സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരും. അതെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിലുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. സ്ത്രീ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ നടന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവിടെ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞു. വനിതാ മുഖ്യമന്ത്രി വരും പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതിന് പകരം നാട് ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. ഞങ്ങളിതിനെ കാണുന്നത്, നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും പാർട്ടി പുനഃസംഘടനയെക്കുറിച്ചും ധാരാളം പുകഴ്ത്തി പറയുന്നത് കേട്ടു. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്താണ്? CPM-ലെ പാർട്ടി ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പുകഴ്ത്തുന്നവരുടെ ഒരു ഉപജാപക സംഘമാണ്. അതായത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെ മാത്രമാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17 അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണുള്ളത്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. ഒരു വനിതയാണ് CPM-ൻ്റെ സെക്രട്ടേറിയറ്റിലുള്ളത്. ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല. ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നേയില്ല. CPM വലിയ എന്തോ വിപ്ലവകരമായ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എഡിറ്റോറിയലുകൾ പോലും എഴുതുകയാണ്. ഇന്ന് വലിയൊരു പത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അവിടെ എന്ത് പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗം 10% ഉണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റിൽ ഒരാളുണ്ടോ? സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ 3/1 ഭാരവാഹികൾ വനിതകളാണ്. അതായത് 30 സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ 10 പേര് ഞങ്ങളത് വനിതകളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതുകൊണ്ട് CPM ഇപ്പോഴും പുരോഗമനപരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. പത്മകുമാറിൻ്റെയും അതുപോലെ P ജയരാജൻ്റെയും സുകന്യയുടെയും ഒന്നും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഇത്തരം വിമർശനങ്ങൾ ആ പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട്. അടിസ്ഥാനപരമായി CPM ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്. ഒരു ദളിത് വിരുദ്ധ പട്ടികജാതിക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. അവരുടെ പോളിറ്റ് ബ്യൂറോയിലുമില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമില്ല. അല്ല, അതൊക്കെ ആദ്യം അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അല്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണോ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരും. അതെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിലുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. സ്ത്രീ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ നടന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവിടെ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞു. വനിതാ മുഖ്യമന്ത്രി വരും പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതിന് പകരം നാട് ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. എന്തേ ഒരു സ്ത്രീ ആയിപ്പോയി? സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ? സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് പട്ടികജാതിക്കാരില്ല? നിങ്ങൾക്ക് ആർക്കും അത് ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. അയ്യോ, വല്ലാത്ത കഷ്ടം തന്നെ. അല്ല, ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട.